ചില സമയത്ത് ദൈവം നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കുകയല്ല ചെയ്തത്, അടക്കുകയാണ് ചെയ്തത്. പൗലോസിൻ്റെ ജീവിതത്തിൽ അതുണ്ടായില്ലേ, ശുശ്രൂഷയിൽ അതുണ്ടായില്ലേ. പിശാചല്ല സുവിശേഷത്തിൻ്റെ വാതിൽ അവിടെ അടച്ചത്. ഇപ്പോൾ പോകരുതെന്ന്, ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്. അത് പോരാട്ടമല്ല, അത് പിശാചിൻ്റെ പ്രവൃത്തിയല്ല. ടൈം ഒരുപക്ഷെ ആയിട്ടില്ല. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വീണ്ടും എല്ലാ ദൈവമക്കളെയും ഈ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ഡാമിയൻ ഓരോ ദിവസവും ശക്തമായ വചന സന്ദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഇയർ ഓഫ് സൂപ്പർ നാച്ചുറലിൻ്റെ ഓരോ ദിവസവും കർത്താവ് സൂപ്പർ നാച്ചുറലായിട്ട് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും വാഗ്ദത്ത വചനത്താൽ കർത്താവ് നമ്മൾ ഉറപ്പിക്കുന്നു. ഓരോ വേർഡ്സും പാസ്റ്റർ സംസാരിക്കുന്നത് നമ്മുടെ ലൈഫിൽ ജീവനാകുന്നു, നമ്മുടെ ലൈഫിൽ വലിയൊരു മോട്ടിവേഷനാകുന്നു, നമ്മുടെ ലൈഫിനെ പണിയുവാൻ കർത്താവ് ഉപയോഗിക്കുന്നു. സോ വി ആർ സോ ഗ്രേറ്റ്ഫുൾ. കർത്താവ് മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവരെയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ. വചനത്തിൽ വീണ്ടും കർത്താവ് നിങ്ങളെ പണിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. തെങ്ങോടിൽ നിന്ന് ഷാജി കെ കുര്യൻ എന്ന സഹോദരനാണ്. താങ്ക് യു സോ മച്ച് ബ്രദർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം തന്ന എല്ലാ നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. കർത്താവ് കൂടുതൽ നന്മകളാൽ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാജി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ കുടുംബത്തെ ഇതുവരെ അങ്ങ് നയിച്ചു, എബനേസറായി നയിച്ചു, ഇനിയും മുൻപിലേക്ക് അങ്ങ് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ വിശ്വാസം, അതിൻ്റെ നിലവാരം വർദ്ധിക്കുവാൻ വേണ്ടി ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഓരോരുത്തരും കർത്താവിൽ ആഴമായി ഒരു ബന്ധം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ആ വസ്തുവെല്ലാം വിൽക്കുവാൻ കർത്താവ് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഒരു ബിൽഡിംഗ് പണിയുവാനും കർത്താവ് ഇവർക്ക് കൃപ കൊടുക്കണമെന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളും ഇവരുടെ ജീവിതത്തെക്കുറിച്ചുള്ളത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ കാണിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഭാഗമായി തീരുവാൻ സാധിക്കും. നമുക്ക് ഈ വരുന്ന വെള്ളിയാഴ്ച നമുക്ക് 2 മീറ്റിംഗ് നടക്കുന്നു. ഒന്ന് ദുബായിൽ വെച്ച്, 2 ബാംഗ്ലൂർ വെച്ച്. 2 ഡീറ്റെയിൽസ് ഞങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുകയാണ്. ദുബായിൽ വെച്ച് പാസ്റ്റർ ഡാമിയൻ ശുശ്രൂഷിക്കുന്നതാണ്. ബാംഗ്ലൂർ വെച്ച് ഞാൻ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ടീം അവിടെ ഉണ്ടായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ഈ 2 പട്ടണങ്ങളിൽ ചെയ്യാൻ പോവുകയാണ്. സോ അതിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നു ചേരുവാൻ സാധിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 21 ട്യൂസ്ഡേ. ഇന്നത്തെ ഫോക്കസ് വേർഡ് സ്പിരിറ്റ് ലെഡ് ലൈഫ്. ആത്മാവിൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതം, അല്ലെങ്കിൽ ആത്മനിയന്ത്രിതമായ ജീവിതം. ഇപ്പോൾ ഇത് കാണുന്നവർ, ലൈവായി കാണുന്നവർ, അല്ലെങ്കിൽ ഇതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് വേറൊരു ടൈം സോണിൽ വേറൊരു ടൈമിൽ കാണുന്നവർ, മറ്റൊരു ദിവസം കാണുന്നവർ, ഇപ്പോൾ തന്നെ ഈ തുടക്കത്തിൽ തന്നെ കമൻറ്റ് സെക്ഷനിൽ സ്പിരിറ്റ് ലെഡ് ലൈഫ് എന്ന് ടൈപ്പ് ചെയ്യുക. ആത്മനിയന്ത്രിതമായ ജീവിതം, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതങ്ങ് ടൈപ്പ് ചെയ്തു. ഇത് നിങ്ങളുടെ അറ്റൻഡൻസാണ്, ഇത് നിങ്ങളുടെ ഹാജർ രേഖപ്പെടുത്തുകയാണ്. റോമലേഖനം 8:14 ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. റോമൻസ് 8:14. Those who are led by the Spirit of God are the children of God. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാവും. അതാണ് ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. ഡെക്ലറേഷൻ നോക്കുക. The Holy Spirit directs my every step today. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഓരോ ചുവടുകളെയും നയിക്കുന്നു. I move only where His peace and presence lead. അവൻ്റെ സമാധാനവും സാന്നിധ്യവും നയിക്കുന്നിടത്തേക്ക് മാത്രമേ ഞാൻ ചലിക്കുകയുള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പ്രഖ്യാപനം പല പ്രാവശ്യം പോസ് ചെയ്ത് കേട്ട് പറയുക. ബൈബിൾ റീഡിംഗ് പ്ലാൻ ആ പേജിൽ നോക്കി വായിക്കണം, എന്നിട്ട് ടിക്ക് ചെയ്യണം. സ്പിരിറ്റ് ലെഡ് ലൈഫ്, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം. 4 കാര്യങ്ങൾ പതിവ് പോലെ ഞാൻ പറയാൻ പോവുകയാണ്. നമ്പർ 1, the Christian life was never meant to be self-directed.
the Christian life was never meant to be self-directed. ക്രിസ്ത്യ ജീവിതം സ്വയനിയന്ത്രിതമാകുവാൻ ദൈവം ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ നയിക്കേണ്ട വിശ്വാസ ജീവിതം, ആത്മീയ ജീവിതം അല്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതം നമ്മളായി തന്നെ നയിക്കണമെന്ന് ദൈവം ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ പറയുമ്പോൾ Paul does not describe believers merely as people who believe in God. ദൈവത്തിൽ വിശ്വസിക്കുന്ന കുറേ ആളുകൾ എന്ന രീതിയിൽ അല്ല പൗലോസ് വിശ്വാസികളെക്കുറിച്ച് ക്രൈസ്തവരെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. He describes them as people who are led by God. പകരം ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു ജനതയായിട്ടാണ് അവരെ പൗലോസ് കാണുന്നത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജനവിഭാഗം. ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ? എല്ലാ മതങ്ങളിലുള്ളവരും ദൈവവിശ്വാസികളാണ്. അപ്പോൾ എവിടെ ഇരിക്കുന്ന ഏതോ ദൈവത്തെ, ഓരോരുത്തർ പറയുന്ന ദൈവത്തെ ചുമ്മാ അങ്ങ് വിശ്വസിച്ച് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. എന്നാൽ ഇതല്ല, പരിശുദ്ധാത്മാവിനാൽ ഗൈഡഡായ, നിയന്ത്രിക്കപ്പെടുന്ന, നയിക്കപ്പെടുന്ന, ദൈവം തന്നെ എടുത്തോട്ട് പോകുന്ന, വഹിക്കുന്ന, താങ്ങുന്ന ജീവിതം. One of the greatest differences between a natural life and a supernatural life, spiritual life, is this leadership. അതായത് സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കുന്നു. സാധാരണ മനുഷ്യരെന്താ ചെയ്യുന്നത്? ജനിക്കുന്നു, മാതാപിതാക്കളാൽ വളർത്തപ്പെടുന്നു, വിദ്യാഭ്യാസം ലഭിക്കുന്നു, ഒരുവിധ ജോലി കിട്ടുന്നു, വിവാഹം കഴിക്കുന്നു, കുഞ്ഞുങ്ങളുണ്ടാകുന്നു, കുടുംബസ്ഥരാകുന്നു, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് സമൂഹത്തിലും രാജ്യത്തിനുമൊക്കെ നല്ല രീതിയിൽ മാന്യരായി, ആർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ, ചിലരൊക്കെ പറയുന്ന പോലെ ഉപദ്രവിക്കാനുമില്ല, ഉപകാരവും ഇല്ല എന്ന് പറഞ്ഞ പോലെ അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് ജീവിക്കുക. അതാണ് സാധാരണ ഒരു ജീവിതം. എന്നാൽ ഇതല്ല. കർത്താവിലേക്ക് വരുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ, യേശുവിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്, നമ്മെ ലീഡ് ചെയ്യാൻ ഒരാളെ ദൈവം തരികയാണ്. കാര്യങ്ങൾ പറഞ്ഞു തരാൻ വഴി ഇതാവുന്ന മക്കളെ, ഇതിൽ നടന്നു, ഈ കുറച്ചങ്ങ് മുമ്പിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് എടുത്തോ, അത് കഴിയുമ്പോൾ കുറച്ചധികം മുന്നിലേക്ക് പോകുമ്പോൾ അടുത്ത ലെഫ്റ്റ് എടുക്കുക, പിന്നെ റൈറ്റ് എടുക്കുക. ഇതൊക്കെ പറഞ്ഞു തരാൻ, ലീഡ് ചെയ്യാൻ ഒരാൾ. എപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ പ്രാർത്ഥിക്കുക, അത് കഴിയുമ്പോൾ ബൈബിളെടുത്ത് ഇന്ന അധ്യായം വായിക്കുക, ഇന്ന ആളോട് ഇന്ന് ദൈവവചനം പങ്കുവയ്ക്കുക. അതുപോലെ ഇന്ന് ജോലി സ്ഥലത്തെത്തുമ്പോൾ ആ വളരെ വിഷാദത്തോടിരിക്കുന്ന ഇന്ന സ്റ്റാഫിനോട് വചനം പങ്കുവയ്ക്കുകയും മോർണിംഗ് ഗ്ലോറി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള പ്രോംപ്റ്റിങ്സ് നൽകപ്പെട്ട് നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അപ്പം ഇവിടെ ഇങ്ങനൊരു ജീവിതം ജീവിക്കുമ്പോൾ ദ ക്വസ്റ്റൻ ഈസ് നോട്ട് ഡു ഐ ഹാവ് എനി പ്ലാൻസ്, ദ ക്വസ്റ്റൻ ഈസ് ഹു ഈസ് ലീഡിങ് മൈ പ്ലാൻസ്. ജീവിതത്തിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നുള്ളതല്ല, പ്ലാനും പദ്ധതിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ആരാണ് ഈ പ്ലാനുകൾ നൽകുന്നത്? നമ്മുടെ സ്വന്തം പ്ലാനിലാണോ ജീവിക്കുന്നത്? ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ സൂപ്പർ പ്ലാനിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഇതാണ് ചോദ്യം. ചില വചനങ്ങൾ പറഞ്ഞോട്ടെ. സദൃശവാക്യങ്ങൾ 16:9. In their hearts humans plan their course, but the Lord establishes their steps. അവരുടെ ഹൃദയത്തിൽ മനുഷ്യരായി തന്നെ പദ്ധതികൾ തയ്യാറാക്കുന്നു, പ്ലാനുകൾ തയ്യാറാക്കുന്നു. എന്നാൽ ദൈവമത്രേ അവരുടെ ചുവടുകളെ ഉറപ്പിക്കുന്നത്. മനുഷ്യരുടേതായ രീതിയിൽ, നാട്ടുനടപ്പനുസരിച്ച്, സംസ്കാരമനുസരിച്ച്, കുടുംബത്തിൻ്റെ കീഴ്വഴക്കമനുസരിച്ച് പല പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കുമ്പോൾ ദൈവം തൻ്റെതായ പ്ലാനുകളും തൻ്റെ പദ്ധതികളും അവർക്ക് വേണ്ടി നടപ്പാക്കി അവരുടെ ചുവടുകൾ ഉറപ്പിക്കുന്നു. അഥവാ അവരുടെ ഗമനത്തെ, അവരുടെ ആഗമനത്തെ, അവരുടെ യാത്രകളെ, അവരുടെ കൊടുക്കൽ വാങ്ങലുകളെ ദൈവമായി തന്നെ നയിക്കുന്നു. ഐസയ 30:21. ഏശയ്യാവിൻ്റെ പുസ്തകം എടുക്കുക, 30-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ, whether you turn to the right or left, you will hear a voice behind you.
നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകും മുമ്പേ നീ പിന്നിൽ ഒരു ശബ്ദം കേൾക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പറയുന്നത് കണ്ടോ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്നതിന് മുമ്പ് പുറകിലൊരു ശബ്ദം കേൾക്കും, ഇങ്ങോട്ട് പോകുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ദിസ് ഈസ് കോൾഡ് ഗോഡ്സ് GPS. നമ്മളിന്ന് ബൈക്കിൽ പോകുന്നവരും സ്വിഗ്ഗി സൊമാറ്റോ വണ്ടി ഓടിക്കുന്നവർ, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ, കാറിലൊക്കെ പോകുമ്പോൾ മിക്കവാറും എല്ലാവരും തന്നെ ഇപ്പോൾ ഗൂഗിൾ മാപ്സ്, ലൊക്കേഷൻ മാപ്പുകൾ, അല്ലെങ്കിൽ വെയ്സ്, അല്ലെങ്കിൽ ഈ iMaps, ഓരോ മൊബൈലിലും ഓരോരോ മാപ്പുകളുണ്ടല്ലോ. ഈ മാപ്പുകൾ ഉപയോഗിച്ചാണ് പലപ്പോഴും നമ്മളിന്ന് പോകുന്നത്, റൂട്ട് മാപ്സ്. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മുടെ അകത്ത് സംസാരിക്കും. ഇന്നത് ചെയ്യുക, ഇന്നത് ചെയ്യുക, ഇന്നത് ചെയ്യുക. ഇത് മനസ്സിലാക്കാൻ വളരെ സെൻസിറ്റിവിറ്റി നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രോംപ്റ്റിങ്സ് കേൾക്കാൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ശക്തമായൊരു തോന്നൽ, ഇന്നയാളെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. 1, 2, 3 പല പ്രാവശ്യം ഈ തോന്നലുകൾ ഇങ്ങനെ വരികയാണ്. തോന്നിയതായിരിക്കും. നമ്മളെന്തെങ്കിലും ജോലിയിലേക്ക്, എന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോഴായിരിക്കും പിന്നെ വാർത്ത കേൾക്കുന്നത്, അയ്യോ ഇന്നയാൾക്കൊരു പ്രശ്നമുണ്ടായി, അറിഞ്ഞോ? എനിക്കിത് പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. രാവിലെ മുതൽ ഇങ്ങനെ ശക്തമായ തോന്നൽ, ഇന്നയാളെ കോണ്ടാക്ട് ചെയ്യണം, ഇന്നയാളെ കോണ്ടാക്ട് ചെയ്യണം. ചിലപ്പോൾ നമ്മളത് ആദ്യകാലങ്ങളിൽ ഞാൻ അത്ര അത് ഗൗനിക്കില്ലായിരുന്നു. നമ്മുടെ തോന്നലാണെന്നുള്ളൊരു തോന്നലാണ്. എന്നാൽ പിന്നീട് അതിനുശേഷം പല പ്രാവശ്യം ആവർത്തിച്ച് എനിക്ക് മനസ്സിലായത്, ആ സമയത്ത് അയാൾ ഒരു പ്രത്യേക ആവശ്യത്തിൽ, ഒരു പ്രത്യേക വിഷമത്തിലൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കും. അപ്പം ഞാൻ അന്നത് ചെയ്തില്ലെങ്കിൽ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് മെസ്സേജ് വരും. അപ്പം അയ്യോ ഇന്ന് രാവിലെ വാസ്തവത്തിൽ ഞാനത് ഓർത്തതല്ല. പരിശുദ്ധാത്മ വളരെ മന്ദമായ ശബ്ദത്തിൽ നമുക്കൊരു ഉൾപ്രേരണ തരികയായിരുന്നു. ഇങ്ങനെ കിട്ടുന്ന ഉൾപ്രേരണകൾ അനേക പ്രാവശ്യം നമ്മൾ ഗൗനിച്ചില്ലെങ്കിൽ ആ ശബ്ദം നിലയ്ക്കും. ഹലോ, ഇത് മറക്കരുത്. ആത്മാവിനാൽ നടത്തപ്പെടുന്നവർക്ക്, ഇത് പറഞ്ഞു കേട്ടായിരുന്നു, ഇതാ പിന്നിൽ നിന്നും ഒരു ശബ്ദം, വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുവിൻ. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്നതിന് മുമ്പ് നീ ഒരു ശബ്ദം കേൾക്കും. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ നയിക്കുന്ന, ലീഡ് ചെയ്യുന്ന, ഗൈഡ് ചെയ്യുന്ന ശബ്ദം. സങ്കീർത്തനങ്ങൾ 32:8 I will instruct you and teach you in the way you should go. നീ പോകേണ്ടുന്ന വഴിയിൽ ഞാൻ നിന്നെ ഉപദേശിച്ച് വഴി നടത്തും. എ സറണ്ടേഡ് ലൈഫ് ഈസ് എ ഗൈഡഡ് ലൈഫ്. വിധേയപ്പെടുന്ന, കീഴ്പ്പെടുന്ന ഒരു ജീവിതമാണ് നയിക്കപ്പെടുന്ന ജീവിതം. അപ്പം ഇത് ഇങ്ങനെ ഒരു ലൈഫിലേക്ക്, അതായത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കയറണമെങ്കിൽ കുറേശ്ശെയായി ഈ ദൈവശബ്ദം കേൾക്കുന്നൊരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കണം. ഇത് ഇൻറ്റേർണൽ വോയിസാണ്. നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്നത് കത്തുന്നൊരു മുൾപ്പടർപ്പ്, ആ മുൾപ്പടർപ്പിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വലിയ ശബ്ദം, ഘനഗാംഭീര്യമുള്ളൊരു ശബ്ദം, മോശേ മോശേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിൻ്റെ കാലുകളിലെ ചെരുപ്പ് അഴിച്ചു കളക എന്ന് പറയുന്ന പോലെ നമ്മുടെ അടുക്കളയിൽ ഒരു സാറാമ്മ ഇതൊന്നും പറഞ്ഞ് ആ ശബ്ദത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അങ്ങനെയല്ല ദൈവം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോൾ ഈ മുൾപ്പടർപ്പോ സ്പെക്ടാക്കുലറായിട്ടുള്ള കാഴ്ചകളോ ഒരുപക്ഷെ ഓഡിബിൾ വോയിസ് ഒന്നും കേൾക്കില്ല. കിച്ചണിൽ അരി കഴുകിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇന്നത്തെ ബ്ലെസ്സിങ് ഗ്രൂപ്പ് ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് സഹോദരിമാരുടെ ബ്ലെസ്സിങ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു ഉൾപ്രേരണ, അതിൽ വരുന്ന ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതിൽ വരുന്ന വത്സയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അത് അകത്തിങ്ങനെ വരുമ്പോൾ തോന്നിയായിരിക്കും ഉച്ചയ്ക്ക് കാണാമല്ലോ, അവിടെ ചെല്ലുമ്പോൾ വത്സയില്ല, രാവിലെ പറഞ്ഞതാണ്, എൻ്റെ ഉള്ളിൽ തോന്നിയതാണ്, പ്രാർത്ഥിക്കണം. അതപ്പം ചെയ്യണമായിരുന്നു.
അപ്പോൾ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ വത്സ വന്നേനെ. കാരണം ഇതിൻ്റെയൊക്കെ പുറകിൽ പരിശുദ്ധാത്മാവിന് ഒത്തിരി കോർഡിനേഷൻ ഉണ്ട്. ശുശ്രൂഷകർ ശനിയാഴ്ച ആകുമ്പോഴേ പ്രാർത്ഥന തുടങ്ങണം. ആത്മാവിനാൽ നയിക്കപ്പെട്ട് പ്രാർത്ഥിക്കാം. ഇന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ചിലരൊക്കെ തടസ്സപ്പെട്ട് ചിലപ്പോൾ സഭാരാധനയിൽ പങ്കെടുക്കാതെ വരും. എ സറണ്ടേർഡ് ലൈഫ് ഈസ് എ ഗൈഡഡ് ലൈഫ്. ദൈവത്തിന് കീഴ്പ്പെടുത്തി വിധേയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ജീവിതം ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതമാണ്. നമ്പർ 2, ദ ഹോളി സ്പിരിറ്റ് ലീഡ്സ് ത്രൂ റിലേഷൻഷിപ്പ്, നോട്ട് മിയർ റൂൾസ്. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് നിയമങ്ങളിലൂടെയല്ല, ബന്ധത്തിലൂടെയാണ്. പഴയ നിയമം അതുപോലെ എല്ലാ മതങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അധിഷ്ഠിതമായ അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയ ഒരു ലൈഫാണ് പഴയതല്ല. യേശു വന്നിട്ട് ഇതെല്ലാം പൊളിച്ചു. യേശു വന്നിട്ട് പറഞ്ഞു, മക്കളെ, എല്ലാ നിയമങ്ങളും ന്യായപ്രമാണവും എല്ലാം കൂടി ഞാനങ്ങ് എടുത്തിട്ട് ഞാനങ്ങ് ചെയ്ത് തീർക്കുക. ആ വർക്ക് ഞാനങ്ങ് ഫിനിഷ് ചെയ്യും. ഇനി നിങ്ങളെ നയിക്കാൻ, മുന്നിലേക്ക് നയിക്കാൻ ചട്ടങ്ങളും വട്ടങ്ങളും എന്താ അതിനെ പറയുന്നത്, പ്രമാണങ്ങളും കൽപ്പനകളും അല്ല, കൽപ്പലകയുമല്ല ഞാൻ തരാൻ പോകുന്നത്. ഒരാളെ തരാം. ആരാണ് ഇയാൾ? പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ, എന്നെ പോലെ തന്നെ. ഞാൻ നിങ്ങളെങ്ങനെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെങ്ങനെ കരുതുന്നു, ഞാൻ നിങ്ങളെങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളെ കരുതുന്ന അനാദർ അഡ്വക്കേറ്റ്, അനാദർ ഹെൽപ്പർ, ആലോസ്, പരാക്ലീറ്റോസ്, ആ ആളെ ഞാൻ തരികയാണ്. ഒരു ഗൈഡിനെ അങ്ങ് തരുക. ആ ഗൈഡ് പറയുന്നതനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ മതി, എത്തേണ്ട സ്ഥലത്ത് എത്തിക്കോളും. ഇതാണ് യേശു നമുക്ക് വേണ്ടി ചെയ്തത്. ദിസ് ഈസ് അവൈലബിൾ, ദിസ് സിസ്റ്റം ഈസ് അവൈലബിൾ, ദിസ് പ്രിവിലേജ് ഈസ് അവൈലബിൾ ഓൺലി ഇൻ ദ ന്യൂ ടെസ്റ്റമെൻറ്റ്. പഴയ നിയമത്തിൽ അതില്ല. പഴയ നിയമത്തിൽ മോശയെ പോലെ ഒരു ലീഡർ എഴുന്നേൽപ്പിച്ച് അയാൾക്ക് വഴികൾ പറഞ്ഞു കൊടുത്തിട്ട് ജനം അതിൻ്റെ പുറകെ പോയിക്കോളും. ഇന്നതല്ല. എല്ലാവരുടെ അകത്ത്, എല്ലാ വിശ്വാസികളുടെയും ദൈവമക്കളുടെയും അകത്ത് പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് അവരെ നയിക്കാൻ ശക്തനാണ്. ചുരുക്കി പറഞ്ഞാൽ, പഴയ നിയമത്തിൽ കല്ലിൻ്റെ പലകമേൽ അക്ഷരങ്ങൾ കൊത്തിയെടുത്ത് കൽപ്പന കൊടുത്തിട്ട് ഇതുപോലെ ജീവിച്ചോളാൻ പറഞ്ഞു. പുതിയ നിയമത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ അഥവാ അകത്ത് ഈ കൽപ്പനകളെ ആക്കി, ഈ കൽപ്പനകളെ ഇൻറ്റേർണലൈസ് ചെയ്ത് നമ്മുടെ ഉള്ളിലാക്കി ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതി നമ്മെ നയിക്കുന്നൊരു രീതിയാണുള്ളത്. ഇതൊത്തിരി പേർക്ക് മനസ്സിലായിട്ടില്ല. ഇത്ര പേരിന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, ഇന്നു മുതൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നൊരു ജീവിതം എനിക്ക് വേണം. ദ സ്പിരിറ്റ് ഡസ് നോട്ട് മിയർലി ഗിവ് ഇൻസ്ട്രക്ഷൻസ്, ഹി ഡെവലപ്സ് കമ്മ്യൂണിയൻ. പരിശുദ്ധാത്മാവ് നമ്മിൽ ചുമ്മാ കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്ന് പോകുന്ന പരിപാടി മാത്രമല്ല, പരിശുദ്ധാത്മാവും നാമുമായുള്ള ഭയങ്കരമായൊരു കമ്മ്യൂണിയൻ, ഒരു ഭയങ്കര കൂട്ടായ്മ ഉണ്ടാക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കും. യോഹന്നാൻ 10:27 ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യ വർഷങ്ങൾ കർത്താവിനോട് സംസാരിച്ചൊരു വചനമാണ് ഇത്. ഞാൻ അനേക പ്രാവശ്യം മോർണിംഗ് ഗ്ലോറിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൈ ഷീപ്പ് ലിസൺ ടു മൈ വോയിസ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. അഥവാ ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കണം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നവരാണ് യേശുവിൻ്റെ ആടുകൾ. ഗലാത്യലേഖനം 5:25 സിൻസ് വി ലിവ് ബൈ ദ സ്പിരിറ്റ് ലെറ്റ്സ് കീപ്പ് ഇൻ സ്റ്റെപ്പ് വിത്ത് ദ സ്പിരിറ്റ്. നാം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനോടൊപ്പം ചുവടുകൾ വയ്ക്കാൻ, നയിക്കപ്പെടാൻ. എസെക്കിയേൽ 36:27, യെഹെസ്കേലിൻ്റെ പുസ്തകം 36:27 I will put my spirit in you and move you to follow my decrees. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കി എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കും. ഈ പഴയ നിയമം എക്സ്റ്റേണൽ ലോ ആണ്. എന്ന് വെച്ചാൽ കൽപ്പലകയിൽ എഴുതി അവിടെ എവിടെയെങ്കിലും സ്ഥാപിച്ചു വെക്കും. പിന്നീട് അത് പാർച്ച്മെൻറ്റ്സിലേക്ക്, ചുരുളുകളിലേക്കായി. പിന്നീട് പപ്പൈറസ്
അല്ലെങ്കിൽ പാപ്പുറസ് ചെടികൾ ഇതിൽ നിന്ന് നമ്മുടെ കടലാസ് കാഗസ് ഉണ്ടാക്കി അതുകൊണ്ട് പുസ്തക രൂപത്തിലൊക്കെ ആക്കി ആ രീതിയിലേക്കായി. ഇപ്പോൾ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് മൊബൈലിലും ഡിജിറ്റലൈസ് ചെയ്ത് എവിടെ വേണേലും ബൈബിൾ ഉള്ള രീതി ആയി. ഇവിടെ പറയുന്നത് പുറത്തുള്ള വചനത്തിൻ്റെ റെക്കോർഡ്സ് എവിടെ വേണേലും ഇരുന്നോട്ടെ, പക്ഷെ നിൻ്റെ അകത്ത് എൻ്റെ ആത്മാവ് ഈ കൽപ്പനകളെ നിൻ്റെ അകത്ത് ഉള്ളിലാക്കി ഒരു ഇൻബിൽറ്റാക്കി ബിൽറ്റ് ഇൻ സിസ്റ്റമാക്കി മുന്നിലേക്ക് കൊണ്ടുപോകും. The goal is not simply knowing God's will, the goal is knowing God himself. ഇതെന്തിനിത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ ഹിതമെന്താണ് തിരിച്ചറിയാൻ മാത്രമല്ല, ദൈവത്തെ അങ്ങ് അനുഭവിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയാണിത്. അപ്പോൾ ദൈവത്തോട് അടുക്കും തോറും വ്യക്തത കൂടും. ക്ലോസ്നെസ് പ്രൊഡ്യൂസസ് ക്ലാരിറ്റി, അതാണ് പ്രിൻസിപ്പിൾ. അപ്പോൾ അടുത്തടുത്ത് എവിടെ വരെ പോകും? ഈ മോശയോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ ആദ്യം പറഞ്ഞു ചെരുപ്പ് അഴിച്ചു കളയാം. പിന്നീട് സീനായ് മലയുടെ മുകളിൽ വന്നപ്പോൾ പറഞ്ഞു ഇതുപോലെ ചെരുപ്പ് കഴിച്ചു വന്നിട്ട് പതുക്കെ പതുക്കെ എന്നോട് അടുത്ത് വരാം, ജനങ്ങളാരും അടുത്ത് വരരുത്, താഴെ തന്നെ നിന്നോളാം, അവരുടെ കന്നുകാലികളോ മൃഗങ്ങളോ ഒന്നും ഈ മലയുടെ അടുത്ത് പോലും വരരുത്. അതിനുശേഷം മോശെ കൂടെയുള്ള ചിലരുമായിട്ട് കയറി. പക്ഷേ കുറേ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ മോശയോട് പറഞ്ഞു നോ, ഇനി അവരൊക്കെ അവിടെ നിന്നോട്ട്, നീ മാത്രം കയറി വരാൻ പറയും. അടുത്തോട്ട് വരും തോറും മോശയ്ക്ക് വ്യക്തത കൂടി വന്നു. മറ്റുള്ളവർക്ക് എന്താണ് ഭയങ്കരമായ കറുത്ത ഇരുളും പുകയും മേഘവും തീയൊക്കെ മാത്രമേ കാണാമുള്ളൂ. പക്ഷേ മോശെ ദൈവമുഖം കണ്ട് ഫേസ് ടു ഫേസ് സംസാരിച്ച് ഫേസ് തന്നെ മാറിപ്പോയി. നമ്പർ 3, ദ സ്പിരിറ്റ് ഓഫ്റ്റൻ ലീഡ്സ് ത്രൂ പീസ് ആൻഡ് കൺവിക്ഷൻ. പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് സമാധാനത്തിലൂടെയും ബോധ്യത്തിലൂടെയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അകത്തിങ്ങനെ ഉള്ളിൽ സംസാരിക്കും, ഉൾപ്രേരണ പോലെ കിട്ടും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട 2 രീതി. ഒത്തിരി പേര് ദൈവം എന്നോട് സംസാരിക്കുന്നില്ല എന്ന് പറയുന്ന പലരോടും ദൈവം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ദൈവശബ്ദം തിരിച്ചറിയുന്നതിലാണ് പരാജയപ്പെടുന്നത്. അതിനുള്ള ഗുട്ടൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെയാണത്? പീസ് ആൻഡ് കൺവിക്ഷൻ. സമാധാനവും ബോധ്യവും ടൈപ്പ് ചെയ്തിടുക. സമാധാനവും ബോധ്യവും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. നേരത്തെ ഇന്നത്തെ അറ്റൻഡൻസിന് വേണ്ടി മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, ടൈപ്പ് ചെയ്യണമെന്ന്. അത് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ സമയത്ത് ടൈപ്പ് ചെയ്യുക. പീസ് ആൻഡ് കൺവിക്ഷൻ, സമാധാനവും ബോധ്യവും. ദ ഹോളി സ്പിരിറ്റ് ഗൈഡ്സ് ത്രൂ സ്ക്രിപ്ചർ, ഇന്നർ കൺവിക്ഷൻ, വിസ്ഡം ആൻഡ് ഹിസ് പീസ്. പല കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതൊക്കെ കുറിച്ച് വെക്കണം. 1, സ്ക്രിപ്റ്റ്, ദൈവവചനം. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴോ പുറത്ത് പറമ്പിൽ കിളക്കാൻ പോയേക്കുക. ഇത് കാണുന്ന ചിലരൊക്കെ കൃഷി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ കൃഷി ഇല്ലെങ്കിൽ പോലും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പറമ്പിലൊക്കെ പണിയെടുക്കുന്നത് ഇഷ്ടമുള്ള പലരും കാണും. അല്ലെങ്കിൽ സൈക്കിൾ ഔട്ടുമായിരിക്കും, അല്ലെങ്കിൽ വരാന്തയിൽ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. ആ സമയത്ത് ചില ദൈവവചന ഭാഗങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയിലേക്ക് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ചെയ്യുന്നൊരു രീതി, ആ വചനഭാഗം ഓർമ്മയിൽ വന്നാൽ മാക്സിമം അപ്പോൾ തന്നെ ബൈബിൾ തുറന്ന് ആ ഭാഗം ഒന്നുകൂടി ഒന്ന് നോക്കും. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ കൂടെ അതിൽ നിന്ന് പ്രകാശനം ലഭിക്കും. ഞാൻ ചെയ്യുന്നത് അവിടെ തന്നെ അതിൻ്റെ നോട്ട്സ് ടൈപ്പ് ചെയ്തിടും. എഴുതാവുന്ന പരിപാടിയാണെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കും. ഇപ്പോൾ അധികം ഞാൻ ടൈപ്പ് ചെയ്ത് വെക്കാറാണ് പതിവ്. അടുത്തത് ഇന്നർ കൺവിക്ഷൻ. ചില കാര്യങ്ങൾ നമുക്കൊരു ബോധ്യം വരും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ഇപ്പോൾ ഒരു കുട്ടി +2 കഴിഞ്ഞു, കോളേജിൽ ചേരാൻ പോവുക. അപ്പോൾ BCom ഉണ്ട്, BSc ഉണ്ട്, BA ഉണ്ട്, BBA ഉണ്ട്. ഇങ്ങനെ പല ഡിഗ്രി കോഴ്സുകൾ ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുക. എന്തെടുക്കണമെന്നറിയില്ല, ഏത് കോളേജിൽ പോകണമെന്നറിയില്ല. പല കോളേജിൽ കൊടുത്ത് 3-4 സ്ഥലത്തുനിന്ന് കാർഡൊക്കെ വന്നു, ഇൻ്റർവ്യൂ കാർഡൊക്കെ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ഇതെങ്ങനെ ഏത്. ആ സമയത്താണ് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അകത്ത് ഒരു ബോധ്യം വരും. ഇന്ന കോളേജ് എന്നുള്ളത് അകത്തൊരു
ഇംപ്രഷനായി ഒരു 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 ഉൾബോധ്യം വരും. ദിസ് ഈസ് ഫോർ മീ. അത് ശീലിപ്പിച്ചെടുക്കണം. ആരെക്കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിച്ചതൊക്കെ ചെയ്യാം. പക്ഷെ കുഴപ്പമെന്തെന്നറിയോ, ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് പറഞ്ഞ് അതെടുത്തു കഴിഞ്ഞാൽ, കോഴ്സ് എടുക്കുകയോ കോളേജ് സെലക്ട് ചെയ്യുകയോ ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത്, ആ കോഴ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ ചിന്തിക്കുന്നു, കണ്ടോ ഇന്ന പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥിച്ച് പറഞ്ഞു, അയാളൊന്ന് പിടിക്കട്ടെ. ഉടനെ, ഹലോ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഈ കോളേജിൽ ചേർന്നത്, ഇപ്പം എന്തായി? ഇപ്പോൾ അവിടെ കോഴ്സിൽ ഭയങ്കര പ്രശ്നമാണ്, നിങ്ങളത് പ്രാർത്ഥിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോയത് എന്ന് കുറ്റം ആരോപിക്കേണ്ടി വരും. എൻ്റെ ആവശ്യമില്ല. എല്ലാവരുടെ അകത്ത്, പ്രവാചകന്മാരുടെ അകത്ത് പരിശുദ്ധാത്മാവുള്ളതുപോലെ തന്നെ സകലരുടെയും അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള സത്യം മറക്കരുത്. നിങ്ങളെല്ലാ കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിച്ച് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളകത്ത് തന്നെ ഈ ഗൈഡ്, ഈ പരിശുദ്ധാത്മാവ് ഇരിപ്പുണ്ട്. അല്പസമയമെടുത്ത് ഒന്ന് ആരാഞ്ഞ് ചോദിച്ചു നോക്ക്, കർത്താവ് സംസാരിക്കും. അടുത്തതാണ് വിസ്ഡം. ചില സമയത്ത് ദ വേർഡ് ഓഫ് വിസ്ഡം കേട്ടിട്ടുണ്ട്. തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ, അങ്ങനൊരു വചനം കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ വെള്ളിയുടെ താലത്തിൽ പൊന്നാരങ്ങ വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ എന്ത് രസമാണ് കാണാൻ. അതുപോലെ ആപ്റ്റായിരിക്കും, കൃത്യമായിരിക്കും. വേർഡ് ഓഫ് വിസ്ഡം, അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് സ്റ്റെപ്പ് എടുക്കണം അതിന് പറ്റിയ ഒരു പ്രാക്ടിക്കൽ വിസ്ഡം പരിശുദ്ധാത്മാവ് തരും. അടുത്തതാണ് പീസ്. കല്യാണാലോചനകൾ 3 വന്ന് നിൽക്കുകയാണ്. ഇതിലേത് ചെറുക്കൻ നമ്പർ 1, ചെറുക്കൻ നമ്പർ 2, ചെറുക്കൻ നമ്പർ 3. അപ്പോൾ എൻ്റെ പ്രൊഫൈലൊക്കെ എടുത്ത് പഠിക്കുക. ഇയാൾക്ക് MBA ഉണ്ട്, ഇയാൾക്ക് BCom മാത്രമേ ഉള്ളൂ, ഇപ്പുറത്തെ ആൾക്ക് MPhil ഉണ്ട്. അപ്പോൾ MPhil അല്ലേ തൂക്കം കൂടുതൽ. ഇതുപോലെ ഇതൊക്കെ തമ്മിൽ മാച്ച് ചെയ്ത് എന്താണ് മിക്സ് ആൻഡ് മാച്ചൊക്കെ ചെയ്ത് പല രീതിയിലൊക്കെ ചിന്തിച്ച് കറക്കി കുത്തി ഒരാളെ കെട്ടി. അതിനേക്കാൾ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ഇങ്ങനെ 3 പേര് നിൽക്കുക, 3 ചെറുക്കൻ, പേര് ഞാൻ പറയുന്നില്ല, 3 ചെറുക്കന്മാർ നിൽക്കും. പെങ്കൊച്ച് എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക, അത് ദൈവത്തിൽ നിന്ന് 3 എണ്ണത്തിൽ നിന്ന് ദൈവത്തിൽ നിന്നുള്ളതുണ്ടെങ്കിൽ അകത്തൊരു ഭയങ്കര പീസ് വരും, ഇന്നർ പീസ്. മമ്മി, ഈ ചെറുക്കൻ്റെ കാര്യത്തിൽ അകത്ത് ഭയങ്കര ഒരു സമാധാനം തോന്നുന്നു. അതൊരു അടയാളമാണ്. നമ്മുടെ പാം ആൻഡ് വൈൻ എന്ന പുസ്തകത്തിൽ 7 ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 7 വിളക്കുകൾ, 7 പ്രകാശങ്ങൾ. ഒരു വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് നമ്മളായി തന്നെ ചെക്ക് ചെയ്ത് തീരുമാനിക്കേണ്ട 7 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ചില സമയത്തകത്ത് വാർണിംഗ് നൽകും. പോകരുത്, ആസ്യയിൽ വചനം പ്രസംഗിക്കരുത്, പൗലോസിനോട് പറയുകയാണ്, വിലക്കുകയാണ്. ചിലപ്പോൾ ഹി റീഡയറക്ട്സ്, GPS റീഡയറക്റ്റ് ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചിലപ്പോൾ നമ്മെ അവിടെ നിന്ന് വേറൊരു വഴിക്ക് തിരിച്ചുവിടും. വിശദീകരണമൊന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല, പക്ഷെ അങ്ങ് പോയാൽ മതി. ചിലപ്പോൾ ഒരു വലിയ ആപത്തായിരിക്കും അതിലൂടെ മാറിപ്പോകുന്നു. ഉദാഹരണത്തിന് ഒരു ബിസിനസ്സുകാരൻ ഭയങ്കര ഒരു ഡീൽ വന്ന് നിൽക്കുക, നാളെ കോൺട്രാക്റ്റിൽ ഒപ്പിടാൻ പോകും. പക്ഷെ തലേ രാത്രിയിൽ എന്തൊരു അസ്വസ്ഥത, ഒരു സ്വസ്ഥതയില്ല അകത്തിങ്ങനെ. പക്ഷേ വിടരുത്, കാരണം ഡീല് ചെറിയ പരിപാടിയൊന്നുമല്ല, ഇതുവരെ നമ്മൾ ചെയ്യാത്ത ഡീലാണ്. ബ്രദറെ, ഞാനങ്ങ് ഒപ്പിട്ട് കൊടുത്തു, 3 മാസം കഴിഞ്ഞപ്പോൾ ഇതാ കിടക്കുന്നു. ഇതുവരെ പണിതെടുത്തതും കൂടെ കൊണ്ടുപോകുന്നൊരു പണിയായിരിക്കും അതിൻ്റെ അകത്ത്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ പരിശുദ്ധാത്മാവ് വിലക്കും. പരിശുദ്ധാത്മാവ് ചില സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ ആ ഒപ്പിടാൻ പോകുന്ന വഴിക്ക് വണ്ടി കേടാകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആകുകയോ ഡിലേ വരികയോ തമ്മിൽ കാണാൻ പറ്റുക, അങ്ങനെ ഈ സാധനം അങ്ങ് മാറിപ്പോവും. ഇത് പിശാചിനെ പറയാതെ ചില സമയത്ത് പരിശുദ്ധാത്മാവ് റീഡയറക്റ്റ് ചെയ്യുന്നതാവാം. ദൈവിക നടത്തിപ്പിൻ്റെ വഴികളെ തിരിച്ചറിയാൻ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിനോടുള്ള ആത്മീയമായ കൃത്യമായ വാക്ക്, ആ സെൻസിറ്റിവിറ്റി
ഒരു 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 അത് മനസ്സിലാക്കാനുള്ള, തിരിച്ചറിയാനുള്ളൊരു ക്ഷമത അത് നമുക്കുണ്ടായിരിക്കണം. ചില സമയത്ത് കർത്താവ് ഉറപ്പ് തരും, ചില സമയത്ത് ഉറപ്പ് തരില്ല. എപ്പോഴും ഞാൻ എല്ലാവരോടും പറഞ്ഞ് ഉപദേശിക്കാറുള്ളൊരു കാര്യമാണ്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഭയങ്കരമായ ആശയക്കുഴപ്പവും കൺഫ്യൂഷനും ഉണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കരുത്, വെയിറ്റ് ചെയ്യുക. കൊലോസ്യ ലേഖനം 3:15 ലെറ്റ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ് റൂൾ ഇൻ യുവർ ഹാർട്ട്സ്. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അപ്പോസ്തലപ്രവൃത്തികൾ 16:6-7 ദ ഹോളി സ്പിരിറ്റ് പ്രിവെൻറ്റഡ് പോൾ ഫ്രം എൻറ്ററിങ് സെർട്ടൻ റീജിയൻസ്. ചില പ്രദേശങ്ങളിലേക്ക് പോകരുതെന്ന് പരിശുദ്ധാത്മ വിലക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 3:17 വിസ്ഡം ഫ്രം എബവ് ഈസ് പീസ് ലവിങ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം സമാധാനം തേടുന്നതാണ്. പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്നത് ദൈവത്തിൻ്റെ സമയത്തിന് മുൻപേ നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഓടുന്നത് കൊണ്ടാണ്. The Spirit not only opens doors, sometimes He closes them. ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. ചില സമയത്ത് ദൈവം നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കുകയല്ല ചെയ്തത്, അടക്കുകയാണ് ചെയ്തത്. പൗലോസിൻ്റെ ജീവിതത്തിൽ അതുണ്ടായില്ലേ, ശുശ്രൂഷയിൽ അതുണ്ടായില്ലേ. പിശാചല്ല സുവിശേഷത്തിൻ്റെ വാതിൽ അവിടെ അടച്ചത്. ഇപ്പോൾ പോകരുതെന്ന്, ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്. അത് പോരാട്ടമല്ല, അത് പിശാചിൻ്റെ പ്രവൃത്തിയല്ല. ടൈം ഒരുപക്ഷെ ആയിട്ടില്ല. അപ്പോൾ ചെന്നാൽ ഒരുപക്ഷെ മരണമായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള ശുശ്രൂഷ തികയ്ക്കാൻ സാധ്യമല്ല. നമ്പർ 4, ദ ലാസ്റ്റ് വൺ, സ്പിരിറ്റ് ലെറ്റ് പീപ്പിൾ പ്രൊഡ്യൂസ് സ്പിരിറ്റ് ഫിൽഡ് റിസൾട്ട്സ്. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആളുകൾ ആത്മനിറവിൻ്റെ ഫലമുളവാക്കും. വെൻ ദ ഹോളി സ്പിരിറ്റ് ലീഡ്സ്, ശ്രദ്ധിച്ച് കേൾക്കുക, ദ ഔട്ട്കം റിഫ്ലെക്ട്സ് ഹിസ് നേച്ചർ. പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ അതിൻ്റെ അന്തിമ ഫലം അവൻ്റെ പ്രകൃതത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നിരക്കുന്നതായിരിക്കും. പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മളെ അഹങ്കാരത്തിലേക്ക് കൊണ്ടുപോകില്ല, ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകില്ല, അവിശ്വാസികളുമായി ഇണയില്ലാ പിണ കൂടുന്ന രീതിയിലോ ഒത്തുപോകുന്ന രീതിയിലോ ഒന്നും കൊണ്ടുപോകുകയില്ല. പരിശുദ്ധാത്മാവ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിൻ്റെ റിസൾട്ടായിട്ട് വരാൻ പോകുന്നത് വിശുദ്ധി, ജ്ഞാനം, സ്നേഹം, ധൈര്യം, ഫലപ്രാപ്തി, ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. എഫെസ്യ ലേഖനം 5:9 ദ ഫ്രൂട്ട് ഓഫ് ദ ലൈറ്റ് കൺസിസ്റ്റ് ഇൻ ഓൾ ഗുഡ്നെസ്, റൈച്ചസ്നെസ് ആൻഡ് ട്രൂത്ത്. അതായത് വെളിച്ചത്തിൻ്റെ ഫലമോ എന്തൊക്കെയാണെന്നോട് പറഞ്ഞിട്ടുണ്ട്. നന്മ, അതുപോലെ നീതി, സത്യം, ഇതിലൊക്കെയാണ് വരുന്നത്. യോഹന്നാൻ 15:5 പറയുന്നു, ഹൂ എവർ റിമെയിൻസ് ഇൻ മീ ബെയർസ് മച്ച് ഫ്രൂട്ട്. എന്നിൽ വസിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ധാരാളം ഫലം കായ്ക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ ഡയറക്ഷനിൽ പോകാൻ ഇന്ന് ഈ മോർണിംഗ് ഗ്ലോറി ഡിവോഷൻ്റെ സമയത്തൊരു തീരുമാനമെടുക്കണം. ഡയറക്ഷൻ ഡിറ്റർമിൻസ് ഡെസ്റ്റിനേഷൻ. നമ്മളെ കൊണ്ടുപോകുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ലക്ഷ്യത്തിൻ്റെ തീരുമാനമെടുക്കുക. അതായത് എവിടെ എത്തിക്കും എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ഗൈഡൻസാണ്, അല്ലെങ്കിൽ ഈ ഡയറക്ഷനാണെന്നുള്ളത് മറക്കരുത്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. എനിബഡി ഇൻട്രസ്റ്റഡ്? കർത്താവ്, ഒരു സ്പിരിറ്റ് ലെഡ് ലൈഫിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന ഓരോരുത്തർക്കുമായി ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം ഡെവലപ്പ് ചെയ്ത് വരുവാൻ അങ്ങ് സഹായിക്കണമേ. ഇത് കാണുന്ന കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കൈനീട്ടാമോ? കർത്താവേ, ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷയങ്ങൾ വ്യത്യസ്തമാണ്. ചിലർക്ക് രോഗസൗഖ്യം ആവശ്യമാണ്. അവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. അതോടൊപ്പം ചിലർക്ക് സാമ്പത്തിക മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലായിരിക്കാം ആവശ്യം, അല്ലെങ്കിൽ ചിലർക്ക് ജോലിയുടെ ആവശ്യങ്ങളാകാം, ഇൻ്റർവ്യൂ ആകാം. എന്തിലും കർത്താവെ, നിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായി നന്ദി. വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ, വലിയ സാക്ഷ്യങ്ങളുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.
കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളത്തെ മോർണിംഗ് ഗ്ലോറിയിൽ നമുക്ക് വീണ്ടും കാണാം. ഇത് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണേ. ഗോഡ് ബ്ലസ് യു. ബൈ.